ഇതിന്റെ യൂസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്, ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഐട്ടർബോ എവറസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലത് ഇല്ലാണ്ട് പോയി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി. ഹായ്, ഐ ആം റിൻഡോ. അപ്പോൾ ഇത് നമ്മുടെ എത്രാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് നമ്മുടെ ദിവസങ്ങളുടെ കൗണ്ടൊക്കെ അങ്ങ് തെറ്റും. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്, നമ്മൾ റോഡ് ട്രിപ്പിലാണ്. സിഡ്നി ടു KP വർക്കാണ് പോകുന്നത്. എക്സ്ട്രീം ഓഫ് റോഡ് ട്രിപ്പാണ്. അപ്പോൾ 10-15 ദിവസത്തേക്കുള്ള ഫുഡും സാധനങ്ങൾ കിടക്കാനുള്ള സാധനങ്ങളായിട്ട് ഫുൾ പാക്ക് ചെയ്ത് 4 വണ്ടികളായിട്ട് നമ്മൾ 9 പേരാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എപ്പിസോഡായിട്ട് എല്ലാവരും ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എല്ലാ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കെയ്ൻസിലാണ് ഉള്ളത്. കെയ്ൻസിൽ വന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്മുടെ ബൈക്ക് നമ്മുടെ എവറസ്റ്റിൽ നിന്നും മാറ്റിയിട്ട് നമ്മുടെ ആമറക്കിലേക്ക് കയറ്റുവാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ കുറച്ച് നല്ല ടഫ് ടെറൈനാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കെയ്ൻസിൽ നമ്മളിപ്പോൾ താമസിച്ച് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ചുറ്റും ഒന്ന് നോക്കി, എന്ത് രസമെന്ന് കാണാനായിട്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ലൊരു മലയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നുള്ള വീടുകളും എല്ലാം നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മുടെ അടുത്തൊക്കെ ഒരു ഭീകരമുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ ഇതുപോലെ കുറേ ഭീകരന്മാർ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 2024 മോഡൽ LC 300 ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വിൻസ്ക്രീനിൽ ഹൈവേ കൂടെ വന്നിട്ട് മൊത്തം പ്രാണീനെയൊക്കെ ഇടിച്ചിട്ടുണ്ടല്ലോ. ഗ്ലാസ്സിൽ മൊത്തം ഇത് നിൽക്കുവാണ്. അപ്പോൾ ബഗ് ഡിഫ്ലക്ടറൊക്കെ ഉണ്ടെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഗ്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിലും കുറച്ച് കുറവുണ്ട് ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ പെട്രോളിൻ്റെയൊക്കെ ഗ്ലാസ് കണ്ടോ, ബഗ് ഡിഫ്ലക്ടർ ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോട്ടെ. എൻ്റെയൊക്കെ ഗ്ലാസ്സെല്ലാം നല്ല പെരുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അടുത്തത് നമ്മുടെ കുടിവെള്ള വണ്ടിയാണ്. കുടിവെള്ള വണ്ടിയിൽ കുടിവെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ പർപ്പസ് ഉണ്ടോ. ഇത് നമ്മുടെ കുടിവെള്ളം, അത് നമ്മുടെ റേഷൻ കട, ഇത് നമ്മുടെ റിക്കവറി, അതും നമ്മുടെ റിക്കവറി. എല്ലാ വണ്ടിക്കും ഓരോരോ പർപ്പസ് ഉണ്ട്. ഫ്യൂലും ഉണ്ട്. കുടിവെള്ളം പ്ലസ് ഫ്യൂവൽ. ഒരു രീതിയിലുള്ള കുടിവെള്ളം ആണല്ലോ. അപ്പം നമ്മുടെ എവറസ്റ്റിൻ്റെ ബാക്കിൽ നിന്ന് ബൈക്ക് മാറ്റി പ്രോപ്പർ റിക്കവറി ഷാക്കിൾ അല്ലല്ലോ, ഇതിൻ്റെ റിക്കവറി ഹിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ഷാക്കിളും കൂടെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ യൂസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് കാണിക്കാം. നമ്മുടെ ഫുള്ള് വെള്ളമെല്ലാം നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബൈക്ക് നിലത്ത് മുട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആമറൊക്കെ ഇരുന്ന് ജിജോ ചേട്ടാ വണ്ടി ലോവർ ചെയ്താ. സാധാരണ ഓഫ് റോഡ് 2 ഇഞ്ച് ലിഫ്റ്റൊക്കെ ചെയ്യുന്നത്, ഇതൊരു 5-6 ഇഞ്ച് ചെയ്ത് ലോവർ ചെയ്ത മാതിരി ഉണ്ട്. Low profile ഇങ്ങനെ the smooth transition of low profile from high profile is transition into A square plus B square. by mathematics. ഓസ്ട്രേലിയ വന്നപ്പോൾ അതിലൊരു കാര്യം പറയുന്നതാണ്, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വീട്ടിലെ എല്ലാം തന്നെ വലിയ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹൈഫൈ വീട്ടിലായിരിക്കും ഒരു ബോട്ട് കാണുക. എന്നാലും അതൊക്കെ വളരെ റെയറാണ്. വല്ല ആലപ്പുഴയിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടാലായി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാം മിക്ക വീട്ടിലുകളും തന്നെ ബോട്ട്, ഒരു പ്രോപ്പർ SUV ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത പല വണ്ടികളും ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ വണ്ടി കാണുന്നത് ഭയങ്കര ഒത്തിരി നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ടൊയോട്ട FJ ക്രൂസറാണ്. എൻജിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 4000 cc പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഒരു ഗർജന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇത് നമ്മുടെ വണ്ടിയുടെ ഓണറാണ്, അഡോൾഫിൻ ചേട്ടൻ.
എഡ്വിൻ ചേട്ടാ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഡിന്നർ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ എഡ്വിൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ. താങ്ക് യു സോ മച്ച്. അതെ ചേട്ടാ, ഇപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടിയും കൊള്ളാം, ചേട്ടനും കൊള്ളാം. അപ്പോൾ നമ്മുടെ ഡേ 3 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു 6 മണിക്കൂറാണ് കേട്ടോ. അധികം ദൂരമില്ല, പക്ഷേ സമയം നമുക്ക് എടുക്കുന്ന ഒരു ഇതാണ്. നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലത്തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 441 കിലോമീറ്റർ ആണ്. ഇവിടുന്ന് നമുക്ക് ഇവിടെയാണ് എത്തേണ്ടത്. നമ്മുടെ സ്ഥലം ഏതാണിത്? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്താണ്? നമ്മൾ ഇന്ന് മോസ്റ്റ്ലി റോഡ് ഡ്രൈവ് ആണ്. ഓക്കെ. ഷെയ്ഖ് പെനിൻസുല തുടങ്ങുന്ന ഭാഗത്തുള്ള യാരാടൻ മസ്ഗ്രേവ് റോഡ് ഹൗസ് എന്ന് പറയുന്നൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകണം. ഓക്കെ. 1-2 റിവറുകൾ കാണുന്ന തോന്നുന്ന വഴിക്ക്. അതായിരിക്കും ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാ ജോലികൾക്കും മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്. ആകാശമൊക്കെ നോക്കിയത് ക്ലിയറാണ്, നല്ല ക്ലിയർ സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ക്യാമറ നമുക്ക് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ചെറിയൊരു പുഴയൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. റോഡൊക്കെ ആണെങ്കിലും എല്ലാ വണ്ടിയും ആ സെയിം നമ്മുടെ റെയിൽവേ പാളം പോലെ, ട്രെയിൻ ആ പാളത്തിൽ ഓടുന്ന പോലെ ഇവിടുത്തെ വണ്ടികൾ കറക്റ്റ് ആ ലൈനിൻ്റെ അകത്തോടെയാണ് വണ്ടികൾ ഓടിച്ചുകൊണ്ട് പോവുക. ഇവിടെ വണ്ടി ഓടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൈനിലും കൂടെ മാത്രമേ ഇവിടെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ലൈൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇത് വീടുകളും എല്ലാം ലാൻഡ്സ്കേപ്പും എല്ലാം ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്തൊക്കെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ മേളിൽ കുറേ നേരമായിട്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ ജാക്കറ്റാണ്, സാധനം ലോഡ് ചെയ്യാൻ നേരത്തെ വെച്ചിരുന്ന എൻ്റെ ജാക്കറ്റായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ മൊത്തത്തിൽ ലേറ്റായി. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളും കൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ബൈക്ക് പുറകിൽ നിന്ന് പോയിട്ടും അതുള്ള പോലെ വണ്ടി ഓടിക്കുന്നത്. അപ്പം നമുക്കുള്ള ഫ്യൂവൽ മേടിക്കാനായിട്ട് നമ്മളൊന്ന് നിർത്തിയതാണ് കേട്ടോ. ഫ്യൂവൽ അടിക്കാൻ നിർത്തിയതിന് തൊട്ടടുത്തായിട്ട് ഒരു ലിക്കർ ഷോപ്പ് കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ലിക്കർ ഷോപ്പ് പോലെ തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറിയതാണ്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് വിശാലമായിട്ടുള്ള ഒരു ഷോറൂം. നമ്മളൊരു ലുലു മാളിൻ്റെ അകത്തോട്ടൊക്കെ കയറി ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വാറ്റ് കിട്ടുമോ? നാടൻ വാറ്റുണ്ട്, പക്ഷേ ഇവിടെ കിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു അപ്പാപ്പൻ വണ്ടി കൊണ്ടിട്ടൊക്കെ ഉണ്ടോ. ഫുള്ള വണ്ടിയിലുള്ള സെറ്റപ്പ് നോക്കി, ഫ്രീസർ, ടോപ്പിൽ റൂഫ് ടോപ്പ് ടെൻറ്റ്, ഗ്യാസ്, കുക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും കേട്ടോ അവിടെ. അപ്പാപ്പനോടെ പൊളി ലൈഫാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഹിൽ സ്റ്റേഷൻ പോലെയാണ് കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ വണ്ടി ഓടിച്ച് ഹൈവേക്കടെ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഹിൽ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൈക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നിലത്തൊരയോ? ഒരയാൻ പാടില്ല. നമ്മുടെ സസ്പെൻഷൻ 2 ഇഞ്ച് ലിഫ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയുടെ ലിഫ്റ്റ് ആയതുകൊണ്ട് താഴെ ഒരു മാർഗവുമില്ല. ഓക്കെ. ചേട്ടങ്ങനെ കുത്തുന്നില്ല ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല. സൗണ്ട് പോയിരിക്കാം. പെട്ടെന്നുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ഷിനോജി का साउंड में आघात हुआ है. 3 दिन के बाद जब उसका ഇവിടുത്തെ ട്രക്കൊക്കെ പോകുന്ന കണ്ടോ, ട്രെയിൻ പോലെ അടിപൊളി. ഹില്ലി റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ശരിക്കും ഒരു നാടൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും റോങ് സൈഡ് ലൈനൊന്നും ക്രോസ് ചെയ്തപ്പോഴേ വരുന്നില്ല കേട്ടോ. എല്ലാവരും കറക്റ്റ് ലൈൻ ഫോളോ ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റോഡ് പണി നടക്കുവാണ്. അപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്, 1 വേ ട്രാഫിക്കാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് സിഗ്നലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ 2 കൊടിയൊക്കെ ആയിട്ട് അപ്പുറം ആൾക്കാർ എത്തുന്നത്. ഇവിടെ കുറച്ചുകൂടെ ഒരു
മോഡേൺ ഹൈടെക് രീതിയിലാണെന്നേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം തന്നെയാണ്. നമ്മളങ്ങനെ ഒരു പണി നടക്കുന്ന പാലത്തേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ തൊട്ട് താഴെ ഒരു വലിയൊരു പുഴയാണ്. അപ്പോൾ പുഴയിൽ മുതലുണ്ടോ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയനെ പറ്റി കേൾക്കുമ്പോൾ മുതലുകളെ പറ്റിയും കങ്കാരുകളെ പറ്റിയുമാണ് എപ്പോഴും നമുക്ക് കേൾക്കാനുള്ളത്. അപ്പോൾ പാലത്തിൽ പണി നടക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നല്ല സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് കോണും സിഗ്നൽസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വൺ വേ ട്രാഫിക്കാണ്. നമ്മളവിടെ ചെല്ലുന്നോടം വരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ അവസ്ഥയ്ക്കൊന്ന് ആലോചിച്ച് പോവുകയാണ്. ഇവിടെ എന്ത് സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും, ഒരു ഓൺ അടിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ നാഷണൽ പാർക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. റോഡിൻ്റെ 2 സൈഡിലും നാഷണൽ പാർക്കാണ്. ഇവിടുത്തെ വഴികളൊക്കെ നോക്കി നല്ല രസമാണ് കേട്ടോ. നമുക്ക് ചുറ്റും നല്ല കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മളെ റോഡിൽ കങ്കാരുവിനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളതെല്ലാം ക്രോസ് ചെയ്ത് പോകേണ്ടത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി വഴി 110, 120 നമ്മളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിനി നമ്മുടെ ഫ്യൂവൽ എല്ലാ ടാങ്കും കന്നാസുകളൊക്കെ നിറയ്ക്കുവാണ്. ഇനി അങ്ങോട്ട് നമുക്കിനി ഫ്യൂവലൊക്കെ കിട്ടാൻ പാടാണ്. കിട്ടുന്ന ഫ്യൂവൽ ചിലപ്പോൾ ക്വാളിറ്റിയൊക്കെ മോശമായിരിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് നല്ലൊരു പമ്പിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്യൂവലുകളെല്ലാം നിറച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ മഞ്ഞ കന്നാസിൽ ഫുള്ള് ഡീസലും, റെഡിൽ പെട്രോള്, വൈറ്റിൽ കുടിവെള്ളം. നമ്മുടെ ട്രിപ്പ് ഇന്ന് മൊത്തത്തിൽ കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് ഓടിക്കാനായിട്ട് എൻ്റെ നീപ്പാട് എൽബോ പാടൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കാരണം സേഫ്റ്റി ഫസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറേ വണ്ടികൾ വേറെ നാട്ടിൽ പോളാരീസും പിന്നെ ചൈനീസ് ബ്രാൻഡിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കിട്ടാനുള്ളൂ. എവിടെ നോക്കിയാലും ഏതൊരു സ്മോൾ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ബൈക്കുകളും മോട്ടോക്രോസ് ബൈക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കണം. അത് ഓടിക്കാനുള്ള സ്ഥലവും കൂടെയുണ്ട്. ഇവിടെ ഇതൊക്കെ എങ്ങനെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? ഇതേ ഇരിക്കുന്ന നോക്കി കുഞ്ഞ് ബൈക്ക് വരണം. ഇതേ ഇരിക്കുന്നുണ്ട് വേറൊരു വെറൈറ്റി മുതൽ. മോട്ടോക്രോസ് ബൈക്കുകളിലൊക്കെ എന്തോരമാണ് അടിപൊളി. അവിടെ 80യുടെ ടയർ ഇരിക്കണം നോക്കി. ശാന്ത സുന്ദരമായൊരു സ്ഥലം. നമ്മുടെ കൂടെയുള്ള ബാക്കി വണ്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൂരെ സ്ട്രെച്ച് നോക്കി, ഒരു വണ്ടി പോലും കാണുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് ഏകാന്തത. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫ്രണ്ടിൽ ഇതേ കാട്ടുതീ കാണുന്നുണ്ട്. ഫുൾ പോയിക്കാത്തോടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ റോഡ് ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കുന്നത്. താഴ്വാരത്തോട്ട് നോക്കിക്കോളൂ. ആ പോകുന്നൊരു കടുവയാണോ? ഇവിടെ കടുവയില്ല. ഇത് അമ്പോളിയങ്ക കടുവ വന്നാച്ച് അല്ലേ അമ്പോളിയാ? This is what it is. നമ്മളെ കേടലൻ ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ. അടിപൊളി. നമ്മുടെ നാട് പോലൊക്കെ തന്നെ വേസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അതിലും മാത്രം ഇന്ത്യക്കാരാ. അപ്പൊ ഇന്ത്യക്കാർ വന്നതിന്റെ പ്രൂഫൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഫോർഡ് ഇപ്പം കൺഫ്യൂഷൻ ആയിട്ട് എൻഡവർ എന്ന് പറയണോ എവറസ്റ്റ് പറയണോ എന്നുള്ളത് എൻ്റെ ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നമ്മുടെ ഫോർഡ് എൻഡവർ ബൈ ടർബോ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഫുള്ളി ലോഡഡാണ്. എന്നിട്ട് വണ്ടിക്ക് ഒരു കുലുക്കല്ലാണ്ട് വണ്ടി 110 പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കാട്ടുതീ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സൺസെറ്റ് ആകാറായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാറാവുന്നു. ആ ലൈറ്റിങ് കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു ആനിമേഷൻ മൂവി കാണുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ടർബോ എവറസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലത് ഇല്ലാണ്ട് പോയി. ബൈ ടർബോ മാത്രമല്ല, ബൈ ടർബോയും നിലവിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എൻഡവർ ഇല്ലാണ്ട് പോയില്ല. എന്ത് ചെയ്യാനാ? അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം ഗേറ്റ് വേ ടു KP York. അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്.
ഇത് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ KP വർക്ക് എന്ന് പറഞ്ഞില്ല. അതിൻ്റെ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ചെറിയൊരു സ്ഥലത്തേക്കല്ല. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ഒന്ന് തപ്പി നോക്കിയാൽ KP വർക്ക് എന്നുള്ള വീഡിയോ സായിപ്പന്മാരുടെയൊക്കെ വീഡിയോ അതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് കിടക്കുന്ന പ്രാഡോ ഇവിടെയൊക്കെ കളർ നോക്കി. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നതിൻ്റെ ബാക്കിൽ ഒരു പ്ലേ ഗ്രൗണ്ടും കൂടെയാണ്. ഇഷ്ടംമാതിരി ആൾക്കാരോട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ KP വർക്കിൻ്റെ ഇത് കണ്ടിട്ട് നമ്മളതങ്ങ് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ജാക്ക് ലിങ്സിൻ്റെ ഒറിജിനൽ ബീഫ് ജെർക്കി ബീഫ് ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നാട്ടിൽ കിട്ടാനില്ല കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്ന നോക്കുമ്പോൾ ഇത് ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. എവിടെ നോക്കിയാലും നല്ല കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ബീഫ്. കൊള്ളാട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. Very nice. Very soft അല്ലേ? നല്ല സോഫ്റ്റാണ്. ഡ്രൈ ബീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല കുണക്കിറച്ചി ഇടിച്ചെങ്കിലല്ല ഇടിച്ച് നല്ല പരുവത്തിലാക്കി എടുത്തിട്ട് സോഫ്റ്റ് ആവും. അങ്ങനെ ആയിരിക്കും ഞാൻ ഓർത്തിട്ട് പക്ഷേ കഴിച്ചിട്ട് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് 186 കിലോമീറ്റർ പോകാണ്ട് 2.5 മണിക്കൂറാണ് എടുക്കുന്നത്. സൺസെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഇനി ലഞ്ചും ഡിന്നറും കൂടെ ഒന്നിച്ച് കഴിച്ച് ഒറ്റ ഉറക്കം. എന്നിട്ട് നാളെ മുതൽ നമുക്ക് ടൈമിംഗ് ഒന്ന് കറക്റ്റാക്കി എടുക്കണം നമ്മുടെ ഡ്രൈവിൻ്റെ. ആകാശത്തിൽ കളറ് നോക്കി, സൺസെറ്റായി. പോകുന്ന വഴിക്ക് ഒരു കങ്കാരി നമുക്ക് വട്ടം ചാടിയിട്ടുണ്ട്. ജസ്റ്റ് ഇടിക്കാൻ ജസ്റ്റ് മിസ്സായി. അതിൻ്റെ ഡാഷ് ക്യാം വിഷ്വൽസ് നോക്കേണ്ടത് കിട്ടുവാണെങ്കിൽ ഈ വീഡിയോയുടെ ആഡ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ മൊത്തം പ്രാണികൾ വന്നിട്ട് രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് ക്ലീൻ ആക്കിയതാണ്. മൊത്തം പ്രാണികൾ വന്ന് കയറിയേക്കുവാണ്. നമ്മുടെ ടാർ റോഡ് കഴിഞ്ഞു, മണ്ണിട്ട വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. പുറകിലത്തെ വണ്ടികളെല്ലാം അത്യാവശ്യം ഗ്യാപ്പ് ഇടാൻ പറഞ്ഞിട്ട് നല്ല പൊടിയാണ്. മാതിരി പൊടിയാണ് കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ എന്റെ കിടക്കുന്ന ആംബർ വലിയ എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. ടെസ്റ്റ് അല്ലേ, പിന്നെ എനിക്കറിയാം ടെസ്റ്റ് എത്ര ആണെങ്കിലും അത്ര ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. ഫോഗ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. നിങ്ങൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്നാൽ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാം. അതിന് നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്യാമോ? റോഡ് കഴിഞ്ഞു. ഇപ്പോൾ റോഡിൽ ബമ്പി റൈഡാണ്. ചിലപ്പോൾ ടയറിന്റെ പ്രഷർ കുറയ്ക്കേണ്ടി വരും. നമുക്ക് ഇനി ഒരു റോഡ് മീറ്റിംഗ് കൂടെ ഉള്ളൂ. പൊടിക്ക് അത്ര അല്ലെങ്കിൽ പതിയെ നമ്മുടെ മരിച്ചെല്ലാം ഇവിടെ നോക്കണം. ഹാൻഡ് റിവർ റോഡ് ഹൗസിലേക്ക് നമ്മളിതാ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ റോഡ് ഹൗസിൽ പാർക്ക് ചെയ്തേക്കുന്ന ട്രക്കുകളുണ്ടോ, ഭീകരന്മാർ. ഇത് രസമല്ല അവന്മാരെയൊക്കെ കാണാനായിട്ട്. ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ട് നേരത്തെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് എല്ലാം ഫുള്ളായി പോയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ വണ്ടികൾക്കല്ലാണ്ട് റേറ്റ് വരുന്നത് പെർ ഹെഡിനാണ് $15 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇത് കുതിരയാണ്. ഇതെന്ത് സാധനം ഇത് മനസ്സിലാകുന്നില്ലല്ലോ. വാ, കുതിരേനെ ഇപ്പം ഇതിനെ എങ്ങനെയാണോ വിളിക്കണേ? ഒരു പാവക്കുട്ടി പോലെയുണ്ട്. നമ്മളങ്ങനെ ക്യാമ്പിംഗ് സൈറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതിന് മുന്നായിട്ട് രണ്ടുപേരുടെ കുക്കിങ്ങിനുള്ള പരിപാടികൾ, കുക്കറിൽ അരിയൊക്കെ ഇട്ട് കഞ്ഞി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വണ്ടിയുടെ ടോപ്പിലിരുന്ന് സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വണ്ടികളിലെല്ലാം ക്യാമ്പിംഗ് ലൈറ്റും കൂടെ എക്യൂപ്ഡ് ആണ്. അപ്പോൾ ഇത് റാക്കിൽ തന്നെ വരുന്നൊരു ക്യാമ്പിംഗ് ലൈറ്റാണ് കേട്ടോ.
പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്രോൾ വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മുടെ 12 വോൾട്ടിൽ കുത്തിയിട്ട് ഈ ഒരു പോയിന്റിൽ നമുക്ക് വയർ ഇനിയിപ്പോൾ ഉണ്ടോ ഇവിടെ ഒന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് വേറെ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോപ്പിലെല്ലാം വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ എവറസ്റ്റ് ഇത് ഫിക്സഡ് അല്ല, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു വെക്കാം കേട്ടോ. എവറസ്റ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ക്യാരിയറെ തന്നെ ഫിക്സഡ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെട്ടം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് മൊബൈലിൽ നെറ്റ്വർക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ സംസാരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർലിങ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എലോൺ മാസ്കിൻ്റെ നമ്മുടെ സ്റ്റാർലിങ്ക്, അതിൻ്റെ ആൻറ്റിനയാണ് ഈ ടോപ്പിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബിലീവബിളാണ്. 300 MB+ ആണ് അതിൻ്റെ സ്പീഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കോളും മെസ്സേജസും നമുക്ക് ഫാമിലിയായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എനിക്ക് തോന്നുന്നു $150 പെർ മന്താണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ പോപ്പുലേഷൻ കുറവാണ്. നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ചീപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഏത് കാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് കിട്ടും. ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീറ്റ് രാവിലെ പോകണം. 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം അടുത്ത സ്ഥലത്തേക്ക്. നമ്മൾ ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ പ്ലാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നേരം വെളുത്തിട്ട് കാണാം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.